ഇടുക്കി ചൊക്രമുടിയിൽ നിന്നാണ് ആദ്യത്തെ വാർത്ത. ചൊക്രമുടിയിലെ കയ്യേറ്റമൊക്കെ എപ്പോഴും വാർത്തയിൽ നിറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിയമവിരുദ്ധമായി പട്ടയവും NOCയും അനുവദിക്കാൻ കൂട്ടുനിന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി വൈകുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. വസ്തു ഉടമകളുടെ വിചാരണയ്ക്ക് ശേഷം തുടർ നടപടികളെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ ആരോപണം. NOC അനുവദിച്ചതിൽ വീഴ്ച വരുത്തിയ ദേവികുളം മുൻ തഹസിൽദാർ, ചാർജ് ഓഫീസറായ ഡെപ്യൂട്ടി തഹസിൽദാർ, ബൈസൺവാലി മുൻ വില്ലേജ് ഓഫീസർ, ഭൂമിയുടെ സർവേ സ്കെച്ച് തയ്യാറാക്കിയ ഉടുമ്പൻചോല മുൻ താലൂക്ക് സർവേയർ എന്നിവരെ മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ചൊക്രമുടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വസ്തു ഉടമകളുടെ വിചാരണയ്ക്ക് ശേഷം തുടർ നടപടികളെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ചൊക്രമുടി സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. ചൊക്രമുടിയിൽ 14 ഏക്കർ 69 സെന്റ് ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ട് 5 പതിറ്റാണ്ടായി. അതിർത്തി നിശ്ചയിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്ക് ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായി പരാതി നൽകിയിരുന്നു. ഇതിൽ ക്രമക്കേടുണ്ടെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവസാന ഘട്ടത്തിൽ നടപടികൾ അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇയാൾ വട്ടവട കൊട്ടാക്കമ്പൂരിൽ അനധികൃതമായി സ്വന്തമാക്കിയ 32 പട്ടയങ്ങൾ 2021 സർക്കാർ റദ്ദാക്കിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതിർത്തി വ്യക്തമല്ലാതെ ഇടകലർന്ന് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തതെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം. ന്യൂസ് 18 ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ജോലിക്കായി കേരള പോലീസിന് അനുവദിച്ച പുതിയ സ്പീഡ് ബോട്ട് കട്ടപ്പുറത്തായിട്ട് 2 മാസമായി. ബോട്ട് നിർമ്മിച്ച് നൽകിയ കമ്പനിക്ക് 39.5 ലക്ഷം രൂപ സർക്കാർ നൽകാനുണ്ടായിരുന്നു. ഇത് നൽകാത്തതാണ് വിനയായത്. പണം ലഭിക്കാതെ ബോട്ട് സർവീസിനായി എത്തില്ലെന്നാണ് കമ്പനിയുടെ നിലപാട്. മുല്ലപ്പെരിയാറിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോകുവാൻ 2 ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിലൊന്ന് തകരാറിലായി, മറ്റൊന്ന് കാലപ്പഴക്കം കാരണം സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായി. ഇതോടെയാണ് പുതിയ ബോട്ട് വാങ്ങാൻ സർക്കാർ അനുമതി നൽകിയത്. 2024 ഒക്ടോബർ മാസം ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്തു. 15 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ട് നിർമ്മിച്ചു നൽകിയത് പൂനെ ആസ്ഥാനമായുള്ള സണ്ണി ബോട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. 39.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ബോട്ട് വാങ്ങിയത്. 25 മിനിറ്റിനുള്ളിൽ തേക്കടിയിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്തുന്ന സർവീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ഉപകാരപ്പെട്ടു. 20 മണിക്കൂർ യാത്ര നടത്തിക്കഴിഞ്ഞാൽ ബോട്ട് സർവീസിംഗ് നടത്തണമെന്നാണ് കമ്പനിയുടെ നിർദ്ദേശം. ഇതിനായി ബോട്ട് കരയ്ക്ക് കയറ്റി കമ്പനി അധികൃതർക്ക് കത്ത് നൽകിയപ്പോഴാണ് ബോട്ടിന്റെ തുക കമ്പനിക്ക് കൈമാറിയിട്ടില്ലെന്ന് അറിയുന്നത്. ഈ തുക തന്നു തീർക്കാതെ ബോട്ടിന്റെ സർവീസ് ജോലികൾക്കായി എത്തില്ല എന്ന് കമ്പനി അറിയിക്കുകയും ചെയ്തു. ഇതോടെയാണ് പോലീസിന്റെ പുത്തൻ ബോട്ടിന്റെ സർവീസ് അവസാനിപ്പിക്കേണ്ടി വന്നത്. സ്വന്തം നിലയിൽ സർവീസ് നടത്തി ബോട്ട് ഇറക്കിയാൽ പിന്നീടുണ്ടാകുന്ന തകരാറുകൾക്ക് കമ്പനി ഉത്തരവാദികളായിരിക്കില്ല എന്ന് മുന്നറിയിപ്പുമുണ്ട്. നിലവിൽ 2 മാസമായി തേക്കടി ലാൻഡിംഗിൽ വിശ്രമത്തിലാണ് പോലീസിന്റെ പുത്തൻ ബോട്ട്. വിവരങ്ങൾ പോലീസ് ആസ്ഥാനത്ത് അറിയിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അവിടെ നിന്നാണെന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് വിലങ്ങാട് പാനോത്ത് കടുവ ഭീതിയിലാണ് നാട്ടുകാർ. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇതോടെ വനം വകുപ്പും കാര്യമായി തന്നെ പ്രദേശത്ത് തെരച്ചിൽ തുടങ്ങി. വനമേഖലയോട് ചേർന്നാണ് നാട്ടുകാർ കടുവയെ കണ്ടത്. കേഴുമാനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കടുവയെ കണ്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നാട്ടുകാരായ 2 പേർ കടുവയെ കണ്ടതായി വനം വകുപ്പിനെ അറിയിച്ചു. ഇണചേരുന്ന സമയമായതിനാൽ കടുവാ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത്. 1-ലധികം പേർ കടുവയെ കണ്ടതോടെ മേഖല ഭീതിയിലാണ്. രാത്രി ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങി അടുത്തതിന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോയതാ. അന്നേരം ആ കയറി അവിടെ തന്നെ ഉണ്ട്. ജാതിൻ്റെ അടുത്ത് വെള്ളം കുടിക്കാൻ എന്തിനാ വന്നതെന്ന് അറിയത്തില്ല. അത് പായുന്ന കാണാൻ വേണ്ടിയിട്ട് പുറകെ ഇറങ്ങിയതാ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കടുവ തന്നെ മഞ്ഞ കളറും ഉണ്ട്, മഞ്ഞയും കറുപ്പുമായിട്ടുണ്ട്. ഏകദേശം നല്ല വലിപ്പമുള്ളൊരു സാധനം. അത് കഴിഞ്ഞിട്ട് ജ്യോതിസ് താഴേന്ന് കണ്ടിട്ടുണ്ട്. ഇരിക്കുക സോവി കണ്ട് അതിനെ. പിന്നെ ഏട്ടനെല്ലാം വിളിച്ചു പറഞ്ഞ് അവർ വന്ന് ഫോറസ്റ്റിന്റെ ആൾക്കാരെല്ലാം വന്ന് കാൽപ്പാടൊക്കെ അവിടെ നിന്ന് താഴെ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഇന്നലെ രാത്രി RRT ടീം പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വനം വകുപ്പ് പരിശോധന നടത്തുന്നത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കാൻ വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ചൂട് കടുത്തതോടെ കാടിറങ്ങുന്ന വന്യജീവികളുടെ എണ്ണവും കൂടി വരികയാണ്. വനത്തിൽ ആവശ്യത്തിന് തീറ്റയും വെള്ളവും ഒന്നും ഇല്ലാതെയാവുന്നതാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ ഉൾക്കാട്ടിൽ വന്യജീവികൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുകയാണ് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ്.
മൂത്തേടം പൂളക്കാപ്പാറ മേഖലയിൽ നിരവധി കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. ഇവരുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായിട്ട് നാളുകളേറെയായി. ചൂട് കൂടിയതോടെ കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കൂട്ടമായി എത്തുകയാണ്. തീറ്റ തേടി ആനയും പുലിയും പന്നിയും ഒക്കെ നാട്ടിലെത്തുന്ന സാഹചര്യം. കരുളായി വനത്തിൽ നിന്ന് കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. വനത്തിൽ തീറ്റയും വെള്ളവും ഇല്ലാതാകുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താനായിരുന്നു നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ ശ്രമം. മൂത്തേടത്തു നിന്ന് 3 കിലോമീറ്റർ അകലെ ഉൾക്കാട്ടിൽ തടയണ നിർമ്മിച്ചായിരുന്നു പ്രവർത്തനം. ഇത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അപ്പോൾ ഇത് വന്യജീവി വകുപ്പ് പുതുതായി നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ സ്കീമിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിച്ചാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ജലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തടയണ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിൻ്റെയും ഇമേജ് മൊബൈലിൻ്റെയും സാരഥികളാണ് കഴിഞ്ഞ 3 ദിവസമായി ഈ വനമേഖലയിൽ ഈ തടയണ നിർമ്മിച്ചിട്ടുള്ളത്. ഈങ്ങർത്തോടിനു കുറുകെ മരത്തടികൾ അടുക്കിയും ചണച്ചാക്കിൽ മണ്ണും മണലും നിറച്ചുമെല്ലാമാണ് പ്രകൃതി സൗഹൃദ തടയണ നിർമ്മിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന പ്രവൃത്തിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കെട്ടി നിർത്താനും സാധിച്ചു. തടയണയിൽ വെള്ളം നിറഞ്ഞാൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഒഴിവാക്കാനായി നിറഞ്ഞുവരുന്ന വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കോൺക്രീറ്റ് കുഴലുകളും തടയണയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ കരുവഞ്ചാലിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി താളം തെറ്റി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ കാട് കയറി നശിക്കുകയാണ്. പഞ്ചായത്തിന്റെ വീഴ്ചയാണ് കെട്ടിടം ഉപയോഗശൂന്യമാകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ദീർഘദൂര യാത്രക്കാർക്കടക്കം വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. പലയിടങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും കരുവഞ്ചാലിലെ സ്ഥിതി ഇതല്ല. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കരുവഞ്ചാലിലെ കെട്ടിടം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ല. ഉപയോഗിക്കാതായതോടെ കെട്ടിടം കാടുമൂടി. ദിവസവും 100 കണക്കിന് ആളുകൾ വന്നു പോകുന്ന കരുവഞ്ചാലിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കായി മറ്റു സംവിധാനവും ഒരുക്കിയിട്ടില്ല. ജനാബ് NE അബ്ദുള്ള സാഹിബ് വൈസ് പ്രസിഡന്റ് ആയ സമയത്താണ് ഇത് സെലറോടെ നടത്തിയത്. പിന്നെ പ്രൊജക്ട് സംവിധാനം കൊടുന്നത്. അതിനുശേഷം ഇപ്പോൾ പുതിയ ഭരണസമിതി വന്ന സമയത്തുള്ള ഈ ബിൽഡിംഗ് ഓണറുള്ള ഇവിടെ അവരുമായി ഉള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഇത് സ്റ്റേ ആയി സംഭവം നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ആദ്യം വെള്ളത്തിൻ്റെ വിഷയം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അതൊരു വിഷയവുമായി വന്ന് ഇപ്പോൾ നിലവിൽ സ്റ്റേ ആണ്. ഇവിടെ വരുന്ന ഏകദേശമുള്ള ആൾക്കാർക്കുള്ള വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ടോയ്ലറ്റ് ഇല്ല, എല്ലാ സൗകര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. നിയമപരമായ പ്രശ്നം മൂലമാണ് പദ്ധതി പൂർത്തീകരിക്കാത്തതെന്നാണ് നടുവിൽ പഞ്ചായത്തിന്റെ വിശദീകരണം. ഈ ഭരണസമിതി വന്ന 20-25 കാലയളവുള്ള ഭരണസമിതിയും ഇതിനുവേണ്ടി 19,80,000 രൂപ ഇപ്പോൾ നാളെ വരെ മുടക്കി കഴിഞ്ഞു. അവിടെ ഇപ്പോൾ 9,20,000 രൂപയാണ് ഈ വർഷത്തെ പ്രൊജക്റ്റിലുള്ളത്. ഈ 24-25 അത് അവിടെ പൂന്തോട്ടമായിരുന്നാലും ഇൻ്റർലോക്ക് ആയിരുന്നാലും ചുറ്റുമതിലൊക്കെ അതിന് അനുബന്ധ സൗകര്യങ്ങൾ ഏർപ്പെടുന്ന ഒരു വിശ്രമ കേന്ദ്രം പോലെയാണ്. ഈ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ പണി പൂർത്തീകരിക്കാത്തത്. തീർച്ചയായും അത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഫണ്ടും പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട്. വ്യാപാര സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. പഞ്ചായത്ത് അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് കെട്ടിടം ഉപയോഗശൂന്യമാകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 ആലക്കോട്. ഫാഷൻ ഷോ മത്സരത്തിൽ വിജയ കിരീടം ചൂടി ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിച്ച മത്സരത്തിൽ 12 സുന്ദരികളെ പിന്തള്ളിയാണ് ഇഷ 1ാം സ്ഥാനം ഉറപ്പിച്ചത്. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ഫാഷൻ ഷോയിൽ മലയാളി മങ്കയായി ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ. വിവിധയിടങ്ങളിൽ നിന്നുള്ള 13 സുന്ദരികൾ മാറ്റിവെച്ച റാമ്പിൽ ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ 1ാം സ്ഥാനം നേടി. കാസർഗോഡ് ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടറും പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ശുചിത്വ മിഷൻ അംബാസിഡറുമാണ് ഇഷ കിഷോർ. രജിസ്റ്റർ ചെയ്ത ടീമുകളിൽ നിന്ന് സ്ക്രീനിംഗ് നടത്തിയാണ് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തത്. 2 റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് മങ്കമാരെത്തി. മിസ് കേരള ഫൈനലിസ്റ്റ് വൈഷ്ണവി, ഫാഷൻ മോഡൽ ഇർഷാദ് ഇബ്രാഹിം കണ്ണൂർ എന്നിവർ വിധികർത്താക്കളായിരുന്നു. ആദ്യ റൗണ്ട് മത്സരത്തിൽ നിന്ന് 6 പേരെ തെരഞ്ഞെടുത്തു. തുടർന്ന് ഇവരിൽ നിന്ന് ഇഷ കിഷോറിനെ വിജയിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. കൃപ രാജേഷ്, കാസിസ് എന്നിവർ റണ്ണറപ്പുമാരായി. മലയാളി മങ്കയ്ക്ക് അമൃത ഗണേഷ് കിരീടമണിയിച്ചു. സീരിയൽ താരം കലാമണ്ഡലം നന്ദന, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ D ഹരിദാസ് എന്നിവരും പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്,
കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. പണമിടപാടുകൾക്കായി ATM മെഷീനുകൾ നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്, അതിൽ പുതിയ കാര്യമൊന്നുമില്ല. എന്നാൽ ആരോഗ്യരംഗത്ത് ശാരീരിക പരിശോധനകൾക്കായി ഹെൽത്ത് ATM എന്നത് പുതിയൊരു അറിവാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഹെൽത്ത് ATM കിയോസ്ക് സ്ഥാപിച്ചിരിക്കുകയാണ് ഇടുക്കി കട്ടപ്പനയിലെ ഒരു വിദ്യാലയം. ECG ഉൾപ്പെടെ 50-ലധികം പരിശോധനകൾ സൗജന്യമായി നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ സംവിധാനം കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിനോട് ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യ പരിശോധന രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഹെൽത്ത് ATM മെഷീൻ. പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് ATM മെഷീൻ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് ഇടുക്കി കട്ടപ്പനയിലാണ്. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലാണ് വൻതുക ചിലവഴിക്കേണ്ട വിവിധ പരിശോധനകൾ സൗജന്യമായി ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ ഒരേയൊരു ഹെൽത്ത് ATM മെഷീൻ പ്രവർത്തിക്കുന്നത്. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ ഒത്തിരിയേറെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മറ്റ് സ്കൂളുകളെയും മറ്റ് വിദ്യാലയങ്ങളിലേക്കും കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗ വഴി ദർശിയാകാനായിട്ട് നമുക്ക് ഇതുമൂലം സാധിക്കുന്നുണ്ട്. ഒരാളുടെ പൊതുവായ ശാരീരിക പരിശോധനകൾക്ക് പുറമെ ഹൃദയം, വയറ്, കണ്ണ്, ചെവി, ശ്വാസകോശം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാത്തരം പരിശോധനകളും ഹെൽത്ത് ATMിലൂടെ സാധ്യമാകും. ഇവിടെ നിന്നും ലഭിക്കുന്ന പരിശോധനാ ഫലം മൊബൈലിലേക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നതിനാൽ ദൂരെ സ്ഥലത്തേക്കുള്ള ഡോക്ടർമാർക്ക് ഇവ അയച്ചു കൊടുത്ത് വളരെ പെട്ടെന്ന് ചികിത്സ തേടാനാകും. സ്കൂളിൽ ഹെൽത്ത് ATM ഒരുക്കിയത് ഏറെ പ്രയോജനകരമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മറ്റ് സ്കൂളുകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലെ ചെക്കപ്പ് നടത്താനും അതിന് തത്സമയം ഡോക്ടർമാരുമായി കൺസൾട്ടേഷൻ നടത്താനും ഒക്കെ ഒരു അവസരം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശാരീരികപരമായ ആരോഗ്യത്തിൽ മാത്രമല്ല, ഞങ്ങൾക്ക് പഠന കാര്യങ്ങളിലാണെങ്കിലും എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്നും ഞങ്ങളുടെ സയൻസിൻ്റെ പഠനത്തിനാണെങ്കിലും ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്നുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ മാതാപിതാക്കൾക്കും സമീപത്തുള്ള ആളുകൾക്കുമെല്ലാം ഹെൽത്ത് ATMിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് പ്രഷർ, അതുപോലെ ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ ഹീമോഗ്ലോബിൻ, അങ്ങനെ ആദ്യം ഒരു പ്രൈമറി ആയിട്ടുള്ള ടെസ്റ്റുകളെല്ലാം മറ്റ് ഹോസ്പിറ്റലുകളിലും കാണിച്ചിട്ടുണ്ട്. റിസൾട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കറക്റ്റായിരുന്നു. വരും നാളുകളിൽ ഹെൽത്ത് ATMുകൾ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് തന്നെ കരുതാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം, ഉമ്മന്നൂർ, ഇടമുളയ്ക്കൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പുതിയ പാലം വേണമെന്ന ആവശ്യം. നിലവിലെ പാലം കൈവരികൾ തകർന്ന് അപകടാവസ്ഥയിലാണ്. ഇടമുളയ്ക്കൽ തോടിന് കുറുകെയുള്ള പാലത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദിവസവും ഒരുപാട് പേർ ആശ്രയിച്ചിരുന്ന പാലം. പക്ഷേ ഇപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യാൻ നാട്ടുകാർക്ക് ഭയമാണ്. അത്ര മോശം അവസ്ഥയിലാണ് പാലം. കൈവരികൾ തകർന്നു, കമ്പികൾ പുറത്തു കാണാം. പാലത്തിന് ബലക്ഷയം സംഭവിച്ചതോടെ ജീവൻ പണയം വെച്ചാണ് യാത്ര. പാലം പുതുക്കി പണിയണമെന്ന് നാട്ടുകാർ പലവട്ടം അധികൃതരോട് ആവശ്യപ്പെട്ടു. പക്ഷേ നടപടി വൈകുകയാണ്. വികസിപ്പിച്ച് ഇത് വാഹനങ്ങൾ കടന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു പാലമാക്കി മാറ്റണം, ഇല്ലെങ്കിൽ ഈ നിലവിലുള്ള പാലം തന്നെ ഒന്ന് പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതരോ മന്ത്രി കെ രാജു നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ MLA സുബാൽ അവറുകളുണ്ട്. ഇവരോടൊക്കെ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ MLA ആയിരുന്ന ഐഷ പോറ്റിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ ഈ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തെ ഉമ്മന്നൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്നത്. ഈ അധികാരികൾ, ഇത്രയും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അധികാരികൾ ഉണ്ടായിട്ടും ഈ വയക്കലിനെയും അതുപോലെ തന്നെ ഒഴുകുപാറക്കലിനെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥ, ഇത് നാണക്കേട് തന്നെയാണ്. ഇത് അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. പാലം നവീകരിച്ചാൽ മേഖലയിലെ കൃഷിക്കും ഗുണകരമാകും. സമീപത്തെ കൃഷിയിടത്തിലേക്ക് യന്ത്രങ്ങൾ എത്തിക്കാനും വളവും മറ്റ് കാർഷികോൽപ്പന്നങ്ങളും എത്തിക്കുന്നതിനും സഹായകമാകും. ഇക്കാര്യത്തിൽ അനുകൂല ഇടപെടലാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്ന ഗംഗ ജന്മനാട്ടിലേക്ക് മടങ്ങി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് തെലങ്കാനയിലേക്കുള്ള ഗംഗയുടെ മടക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥ കുളത്തിന്റെ സമീപത്തെ കാഴ്ചയാണ് ഇത്. മൂക്കുപൊത്താതെ ഈ വഴി നടക്കാനാകില്ല. കുളത്തിലെ വെള്ളം പുറത്തേക്കൊഴുകി കടലിലേക്ക് പോകുന്ന തണ്ണീർത്തടത്തിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വാഹനത്തിലെത്തിച്ച സെപ്റ്റിക് മാലിന്യം തള്ളിയത്. വർക്കല നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തെ നാട്ടുകാർ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാനോ മാലിന്യം നീക്കം ചെയ്യാനോ നടപടിയെടുത്തില്ല.
ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധരെ ഉടൻ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ദേവസ്വം ബോർഡ് വർക്കല പോലീസിൽ പരാതി നൽകും. ന്യൂസ് 18 വർക്കല. ക്ഷമിക്കണം, റിപ്പോർട്ട് മാറിപ്പോയി. ഗംഗയുടെ വാർത്തയിലേക്കാണ് ഇനി. പത്തനാപുരം ഗാന്ധിഭവനിൽ അന്തേവാസിയായിരുന്ന ഗംഗ ജന്മനാട്ടിലേക്ക് 3 വർഷത്തിന് ശേഷം മടങ്ങി. ഇത് ഗംഗ. സ്വന്തം പേരല്ലാതെ മറ്റൊന്നും ഓർത്തെടുക്കാനാകുമായിരുന്നില്ല ഗംഗയ്ക്ക്. പാതി മറന്നുപോയ ജീവിതത്തിൽ നിന്നും ഗംഗയെ തിരികെ എത്തിക്കുകയാണ് പത്തനാപുരം ഗാന്ധിഭവനിലെ ഒരു കൂട്ടം സുമനസുകൾ. 2022 ഒക്ടോബർ 19 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ നിലയിൽ ഗംഗയെ പോലീസ് കണ്ടെത്തുന്നത്. തെലുങ്ക്, ഹിന്ദി ഭാഷകൾ അവ്യക്തമായി സംസാരിച്ചിരുന്ന ഗംഗ ട്രെയിൻ മാറി കയറിയതാണെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ പോലീസും പ്രതിസന്ധിയിലായി. ഭർത്താവിന്റെ പേര് രാജേന്ദ്രൻ എന്നാണെന്നും മക്കളുണ്ടെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ഗാന്ധിഭവനിലെ നിരന്തര കൗൺസിലിംഗിനൊടുവിൽ ഗംഗ ഭർത്താവിന്റെ ഫോൺ നമ്പർ ഓർത്തെടുത്തു. ഭർത്താവ് രാജേന്ദ്രനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും വിവരങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഗാന്ധിഭവൻ അധികൃതർ കളക്ടർ, വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ, ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ എന്നിവരെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് ഗംഗയെ തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലെ ഗ്രാം വികാസ് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ജന്മനാട്ടിലെത്തണമെന്നുള്ള ഗംഗയുടെ ആഗ്രഹവും അങ്ങനെ സഫലമായി. കഴിഞ്ഞ ദിവസം ഗംഗയെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രയാക്കി. ഗാന്ധിഭവൻ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് 18 കായംകുളം. ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ആലപ്പുഴ തണ്ണീർമുക്കം ബണ്ടിനോട് ചേർന്നുള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ. പുലർച്ചെ വേമ്പനാട് കായലിന്റെ തെക്ക് ഭാഗത്തേക്ക് ബണ്ട് മുറിച്ചു കടക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നു. ബണ്ടിന്റെ ലോക്ക് തുറക്കുന്ന ഭാഗത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർ സമയത്ത് വരാതെയായതോടെയാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി. ദൃശ്യങ്ങൾ കാണുന്നത് തണ്ണീർമുക്കം, ടിവിപുരം, പൂച്ചാക്കൽ, വയലാർ തുടങ്ങി കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്നായി തണ്ണീർമുക്കം ബണ്ട് മുറിച്ചു കടന്ന് കായലിന്റെ വടക്കൻ ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാനായി എത്തിയ തൊഴിലാളികളാണ്. കിലോമീറ്ററുകൾ തുഴഞ്ഞ് മത്സ്യലഭ്യതയുള്ള വടക്കൻ ഭാഗങ്ങളിലേക്ക് എത്തണമെങ്കിൽ പുലർച്ചെ 3 മണിക്കെങ്കിലും പലർക്കും വീട്ടിൽ നിന്നിറങ്ങണം. വെയിൽ ഉറക്കും മുമ്പ് പണി പൂർത്തിയാക്കി മടങ്ങേണ്ടതുണ്ട്. എന്നാൽ അതിരാവിലെ എത്തിയിട്ടും 5:30 ഷിഫ്റ്റിലെ ഇറിഗേഷൻ ജീവനക്കാരൻ പതിവ് പോലെ എത്താതായതോടെ പ്രതിഷേധമിരമ്പി. കാരണം പൊള്ളുന്ന വെയിലിൽ വേണം ഇനി പണിക്കിറങ്ങാൻ. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ 4 മണിയായപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നതാണ്. ഇവർ 6 മണി കഴിഞ്ഞിട്ട് അവരുടെ ജോലിയും കഴിഞ്ഞിട്ടാണ് വന്നത് പൊക്കി വിടുന്നത്. അത് കൂട്ടമായി വെള്ളം വന്നാലേ തുറന്നു വിടുകയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രതിഷേധം കടുത്തതോടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി എന്തെന്ന് പരിശോധിക്കാൻ ന്യൂസ് 18 തീരുമാനിച്ചു. ഈ ഗേറ്റ് ഒരിക്കലും കൃത്യസമയത്ത് തുറക്കാറില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. രാവിലെ മത്സ്യബന്ധനത്തിനായി അവർ എത്തുമ്പോൾ വള്ളങ്ങളുമായി ഇവിടെ കാത്തു കെട്ടിക്കിടക്കേണ്ട സാഹചര്യമുണ്ട്. അതിൽ പ്രധാന കാരണമായി ഉന്നയിക്കുന്നത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ യഥാസമയം ജോലിക്ക് ഹാജരാകുന്നില്ല എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം കൃത്യസമയത്ത് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സ്ഥിരം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അതായത് ജീവനക്കാർ 5:30 ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടവരാണ്. അവർ കൃത്യസമയത്ത് ഹാജരാകാതെ വരുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടോ? ദൈനംദിനം ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷം അപ്പുറത്തെ ലോക്കിലായിരുന്നു. അവിടെ CITUവിന്റെ നേതൃത്വത്തിൽ നല്ല സമരം നടന്നതിന് ശേഷമാണ് അവിടെ ഇച്ചിരിയെങ്കിലും വരാൻ തുടങ്ങിയത്. ഗേറ്റിലെ ജീവനക്കാർക്ക് സർക്കാർ ശമ്പളമുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ നക്കാപ്പിച്ചയിലും അവർ കൈയിട്ട് വാരും. ഇതിനു പുറമെ ഹൗസ് ബോട്ടതിന് ലോക്ക് തുറന്ന് പുറത്തിറങ്ങണമെങ്കിൽ 500 രൂപ കൈമടക്ക് നൽകണം. ഹൗസ് ബോട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാറുണ്ട്. എത്ര രൂപ വെച്ച് വാങ്ങാറുണ്ട്? അത് 500-1000 ഒക്കെ കൊടുക്കുന്നവരുണ്ടാകും. അവരുടെ ആവശ്യം പോലെ ഇരിക്കും. സ്വിച്ച് ഓൺ ചെയ്താൽ അകന്നു മാറുന്ന ഹൈഡ്രോളിക് ലോക്കാണ് കിഴക്ക് ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഈ അവസ്ഥ. പുലർച്ചെ 5:30 മുതൽ രാത്രി 9 വരെ നീളുന്നതാണ് ജീവനക്കാരുടെ ഷിഫ്റ്റ്.
ഇഷ്ടമുള്ളപ്പോൾ വരവും പോക്കും പതിവാക്കിയതോടെ തൊഴിലാളികളുടെ ക്ഷമ നെല്ലിപ്പലകയും കടന്ന് പുറത്തേക്ക് വന്നു. ഇത്ര ആളുകളെ പട്ടിണിക്കിട്ടുണ്ട്. കുറച്ച് അവരും നമ്മൾ അവരെ കുറ്റം പറയല്ല, പക്ഷെ അവരും ജീവനക്കാരാണ്. ഈ തൊഴിൽ മത്സ്യം പിടിക്കുന്നുണ്ട്, കക്ക വാരുന്നുണ്ട്, ഇവിടുത്തെ ജീവനക്കാരല്ല. അപ്പോൾ അവർ ചിലപ്പോൾ ആ പണിയും കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ഇത്ര 100 പേരെ വെള്ളത്തിലായിക്കൊണ്ടാണ് 4 പേര് ജീവിക്കാൻ പോകുന്നത്. ഇനി പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ സ്ഥിതി അതിലും മോശം. തൊഴിലാളികൾ പതിവായി കടന്നുപോയിരുന്ന പടിഞ്ഞാറെ ഗേറ്റ് പോളകൾ കൊണ്ടടഞ്ഞിട്ട് മാസങ്ങളാകുന്നു. വഴിയൊരുക്കാൻ ആർക്കും താല്പര്യമില്ല. പുറത്ത് കടക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ഡീസൽ കത്തിച്ച് കിഴക്കേ ഗേറ്റിലെത്തണം. അവിടെയും ദുരിതം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് തന്നെ. കിഴക്കെങ്ങനെയെങ്കിൽ പടിഞ്ഞാറെങ്ങനെയെന്ന് കാണാം. നമുക്ക് തന്നെ ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് പലരും പുലർച്ചെ ജോലിക്കായി എത്തുന്നത്. 5 മണിക്ക് അവർ എഴുന്നേറ്റ് ദൂരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് ഒരുപാട് ദൂരം തുഴഞ്ഞാണ് മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും ഈ ഒരു അതിര് കടന്നു പോവുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു കടമ്പയായി അവരുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം അണപൊട്ടുന്നത്. ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പ്രതിഷേധം വലിയ തോതിൽ തണ്ണീർമുക്കത്ത് ശക്തി പ്രാപിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻതോട്ടിൽ ടിപ്പർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ സ്ത്രീ മരിച്ചു. പൂവാറൻതോട് സ്വദേശിനി ജംഷീനിയാണ് മരിച്ചത്. രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഹെയർപിൻ വളവിൽ നിന്നും ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ലോറി 2 തവണ മറിഞ്ഞെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 6 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഈ വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീയാണ് മരിച്ചത്. മറ്റുള്ളവരുടെ പരിക്കും ഗുരുതരമാണ്.